തോമസ് വീണ്ടും വ്യത്യസ്തനാവുകയല്ലേ മറ്റ് ശിഷ്യന്മാരെക്കാൾ ഉപരിയായിട്ട്. വീണ്ടും നമ്മൾ തോമസിനെ കണ്ടുമുട്ടുന്നത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം ക്ലൈമാക്സ് ആണ്. ഒരു സിനിമ തുടങ്ങി കഴിഞ്ഞാൽ അതിന് ക്ലൈമാക്സ് ഉണ്ട്. തോമസ് എന്ന് പറയുന്ന ആ സിനിമയുടെ ക്ലൈമാക്സ് എത്തി നിൽക്കുന്നത് ഉദ്ധാനത്തിന്റെ ശേഷമാണ്. ഇവിടെയും സുവിശേഷം പറഞ്ഞു വെക്കി നമ്മൾ വായിച്ചത് ആ ഒരു സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഈശോ ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്ന വചനം. കതകുകൾ അടച്ചിരുന്നു. അവരുടെ കൂട്ടത്തിൽ തോമസ് ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം അവൻ പുറത്തായിരുന്നു. രംഗം ചിന്തിക്കുക. ഈശോയുടെ മരണശേഷം യഹൂദന്മാര് അവന്റെ അനുയായികളെയൊക്കെ തപ്പിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവന്റെ അനുയായികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്ന സമയമാണ്. അവനോട് കൂറ പുലർത്തുന്നവരെയൊക്കെ കുരുതി കൊടുക്കുന്ന ഒരിടമാണ് ആ സ്ഥലം. അതുകൊണ്ട് ഓർക്കുക, ഈ ഒരു സാഹചര്യത്തിലാണ് തോമസ് പുറത്താണ്. ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ കഥകടച്ച് സുരക്ഷിതരായിട്ടിരിക്കുമ്പോൾ തോമസ് ഒരു അപകടങ്ങളെയും വകവയ്ക്കാതെ ധൈര്യപൂർവ്വം പുറത്തു നിൽക്കുന്നു. നോക്കുക, അവന്റെ ധൈര്യം ചോർന്നു പോയിട്ടില്ല. അവന്റെ ഗുരുവും നാഥനുമായവൻ മരിച്ചിട്ടും ഉദ്ധാനം ചെയ്തിട്ടും അവന്റെ ധൈര്യത്തിന് ഒരിക്കലും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. നോക്കുക, എന്തുകൊണ്ടാണ് തോമസിന് ഇങ്ങനെ ധൈര്യപൂർവ്വം മുൻപോട്ട് പോകാൻ സാധിക്കുന്നത്? അതിനൊറ്റൊരു ഇതേ ഉള്ളൂ, ഒറ്റൊരു ഉത്തരമേ ഉള്ളൂ. അവനും ദൈവവും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു. അവനും കർത്താവും തമ്മിലും ഒരു ബന്ധമുണ്ടായിരുന്നു. നോക്കുക, അവന്റെ ബന്ധം, തുടക്കത്തില് അവന്റെ ആ ബന്ധമാണ് അവനെ കൊണ്ട് പറയിപ്പിക്കുന്നത് നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. വീണ്ടും അവനും അവന്റെ കർത്താവുമായിട്ടുള്ള ബന്ധമാണ് അവനോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. വീണ്ടും അവസാനം അവന് മനസ്സിലായി അവന്റെ ബന്ധത്തിലൊക്കെ എന്തോ പാളിച്ചകൾ പറ്റി. അതുകൊണ്ടാണ് അവൻ തിരിച്ചു വരുമ്പോൾ ശിഷ്യന്മാർ പറയുന്നു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. ഞാൻ കർത്താവിനെ കണ്ടെന്നല്ല പറയുന്നത്, അവരൊറ്റ സ്വരത്തിലാണ് പറയുന്നത്, ഞങ്ങൾ കർത്താവിനെ കണ്ടു. ഇത് അവനിൽ ഒരു ഇത്തിരി മുറിവേൽപ്പിച്ചിട്ടുണ്ട്. കാരണം അവന്റെ ബന്ധം അത്രയും ദൃഢമായിരുന്നു. അപ്പോൾ അവൻ വെക്കുന്ന കണ്ടീഷൻ ഉണ്ട്. അവിടെ തോമസ് വെക്കുന്ന മനോഹരമായ ഒരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ വായിക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും. അവൻ കണ്ടീഷൻ വെക്കുകയാണ്. അവൻ കണ്ടീഷൻ വെക്കുന്നത് പ്രകാരമാണ് സുവിശേഷം പറഞ്ഞു വെക്കുന്നത്. ഇപ്രകാരമാണ്: എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്തതല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. സ്നേഹമുള്ളവരെ, അവന്റെ കൂടെ നടന്ന 12 പേരിൽ ആരും ഒരു കണ്ടീഷനും വെച്ചിട്ടില്ല അവനോട്. എന്നാൽ തോമസ് ആകട്ടെ ഇവിടെ കണ്ടീഷൻ വെക്കുകയാണ്. വിശ്വസിക്കണമെങ്കിൽ കണ്ടീഷൻ വെക്കുന്ന ഒരു പൂർവ്വ വിശ്വാസികളുടെ പിതാവായ തോമസ്. എന്തുകൊണ്ട്? നോക്കുക, ഇതേ വാക്യം തന്നെ ഈശോ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഈശോ ആവർത്തിക്കുന്നുണ്ട്. അവനെ കണ്ടുമുട്ടിയ ശേഷം ഈശോ പറയുന്നു, തോമസ് ഇവിടെ വരിക, എന്റെ കൈകളും കാലുകളും കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയാക്കുക. നോക്കുക, അതേ വാക്യം തന്നെ ഈശോ റിപ്പീറ്റ് ചെയ്യും. എന്തുകൊണ്ട്? ഇതാണ് തോമസും ഈശോയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത. തോമസും ഈശോയും തമ്മിലുള്ള ബന്ധത്തിന്റെ മനോഹാരിത നോക്കുക. കാരണം മറ്റൊന്നുമല്ല, അവന്റെ ബന്ധം അവൻ മുറിഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ച് മുറിവേറ്റിരിക്കുമ്പോൾ ക്രിസ്തു അവന്റെ ബന്ധത്തെ വീണ്ടും പുതുക്കിയെടുക്കുകയാണ്. സ്നേഹമുള്ളവരെ നോക്കുക, അതാണ് ആ ഒരു ബന്ധത്തിന്റെ പ്രത്യേകത. അവന് വേണ്ടി മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഈശോ, ഉദ്ധിതൻ അവന് വേണ്ടി മാത്രമായിട്ട് 8 ദിവസങ്ങൾക്ക് ശേഷം പ്രത്യക്ഷപ്പെടും. സ്നേഹമുള്ളവരെ, ഇവിടെയാണ് നമ്മളൊക്കെ തോമസിനെയൊക്കെ ഒന്ന് കൈകൂപ്പി പിടിച്ച് സ്വീകരിക്കേണ്ടത്. തോമസിന്റെ ആ സ്നേഹബന്ധമാണ് അവനോടൊപ്പം പോയി മരിക്കാമെന്ന് പറഞ്ഞ് ചങ്കുറ്റത്തോടെ നിൽക്കുവാൻ അവനെ തയ്യാറാക്കിയത്. തോമസുമായിട്ടുള്ള ദൈവത്തിന്റെ സ്നേഹബന്ധം, ആ സ്നേഹബന്ധം ഉള്ളത് കൊണ്ട് അവൻ സംശയങ്ങൾ എഴുന്നള്ളിച്ചു. ആ സ്നേഹബന്ധം ഉറപ്പുള്ളത് കൊണ്ട് അവന് വീണ്ടും വീണ്ടും
തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാൻ ഒരു ആഗ്രഹമുണ്ട്. എന്നാൽ അവൻ ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു വേദന അനുഭവപ്പെട്ടു. ഞാൻ ഇത്രമാത്രം സ്നേഹബന്ധം പുലർത്തിയിരുന്നവൻ എന്തുകൊണ്ട് എന്നെ കാണാതെ മടങ്ങി? അതുകൊണ്ട് അവൻ എന്നാ ചെയ്തു? കണ്ടീഷൻ വെച്ചു. ആ കണ്ടീഷൻ അതേപടി പാലിക്കുന്ന കർത്താവ്. അതാണ് ക്രിസ്തുവിന്റെ ഒരു പ്രത്യേകത. ഉദ്ധിതനായ ക്രിസ്തു അവനെ കണ്ടപ്പോൾ അവൻ വെച്ചിരുന്ന കണ്ടീഷൻ അതേപടി പാലിക്കുന്ന ഒരു കർത്താവ്. നോക്കുക, ഒരു ശിഷ്യന്റെ സ്നേഹശാഠ്യത്തിന്റെ മുമ്പിൽ, ആ കണ്ടീഷന്റെ മുമ്പിൽ ദൈവം തന്റെ മനസ്സ് അലിയിക്കുന്നതായിട്ട് കാണാം. ഉദ്ധിതൻ അവന്റെ മനസ്സ് അലിയിക്കും. സ്നേഹമുള്ളവരെ, ഇനിയും നമ്മുടെ ജീവിതത്തിലേക്ക് തോമസിനെ ഒന്ന് ചേർത്ത് പിടിച്ച് ചിന്തിക്കും. എന്റെ സ്നേഹബന്ധങ്ങൾ, എനിക്കും എൻ്റെ ദൈവവുമായിട്ടൊരു സ്നേഹബന്ധമുണ്ടോ? എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവന്റെ ഒപ്പം നടക്കുമായിരുന്നു. അവന്റെ വേദനകളും അവന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ എന്റെ വേദനകളായിട്ട് ഞാൻ സ്വീകരിക്കുമായിരുന്നു. വിശുദ്ധാത്മാക്കളൊക്കെ ചെയ്ത് അതല്ലേ? അവർ ക്രിസ്തുവിന്റെ നൊമ്പരങ്ങളെ തങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും ഒക്കെ സ്വീകരിച്ചു. അൽഫോൻസ പറഞ്ഞു വെക്കുന്നു, ഞാൻ സഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ അയൽവക്കത്ത് ജീവിച്ച ഒരു കന്യാസ്ത്രീ, മഠത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ജീവിച്ചവൾ, ഇന്ന് ലോകത്തിന്റെ അതിർത്തികൾ ഭേദിച്ച് എല്ലാവരുടെ മനസ്സിൽ ഇടം പിടിച്ചത് എന്തുകൊണ്ട്? കാരണം അവൾ സഹിച്ചു, സഹനത്തിലൂടെ സ്നേഹിച്ചു, ക്രിസ്തുവിന്റെ സഹനങ്ങളെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തു, ക്രിസ്തുവിന്റെ ഒപ്പം നടന്നു. അതുകൊണ്ട് ലോകം അവളെ നോക്കി പറഞ്ഞു വിശുദ്ധ. കൽക്കട്ടയുടെ തെരുവീതികളിലൊക്കെ മതം നോക്കാതെ, മനുഷ്യരെ നോക്കാതെ മരുന്ന് കൊടുത്ത ഒരു മദറിനെ ലോകം മുഴുവൻ അമ്മേ എന്ന് വിളിച്ചപ്പോൾ അതിനർത്ഥം മറ്റൊന്നുമല്ല, അവൾ ക്രിസ്തുവിന്റെ സഹനങ്ങളെ തൻ്റെതാക്കി, തൻ്റെ സഹനങ്ങളെ ക്രിസ്തുവിൻ്റെതാക്കി. അങ്ങനെ ജീവിച്ചപ്പോൾ ലോകം അവളെ നോക്കി വിളിച്ചു മദർ. ലോകം അവളെ നോക്കി വിളിച്ചു പാപങ്ങളുടെ അമ്മ, അതിഥികളുടെ കൂട്ടാളി. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിന്റെ മുറിവുകളെ സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ച വിശുദ്ധാത്മാക്കളൊക്കെ ഇന്ന് തിരുനാളുകളൊക്കെ ആഘോഷിക്കുന്നു. പക്ഷേ ക്രിസ്തുവിന്റെ മുദ്രകളൊന്നും പതിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ മുദ്രകളൊക്കെ പതിയണമെങ്കിൽ ഒരു ബന്ധമുണ്ടാകണം. ക്രിസ്തുവിനുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടാകണമെങ്കിൽ അവന്റെ ഒപ്പം നടക്കണം. അവന്റെ ഒപ്പം നടക്കണമെങ്കിൽ ചോദ്യങ്ങൾ ഉയർത്തി സംശയങ്ങൾ ദൂരീകരിച്ച് വേണം. അപ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വളർച്ചയുണ്ടാകുന്നത്. തോമസ് വളരുകയാണ്. തോമസ് ഒരിക്കലും ഒരിടത്ത് നിൽക്കുന്നില്ല. അവൻ പടിപടിയായിട്ട് ക്രിസ്തുവിലേക്ക് വളരുന്നു. യോഹന്നാന്റെ സുവിശേഷം മറ്റു ചില കഥാപാത്രങ്ങളെയൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നതായിട്ട് കാണുന്നു. അത് മറ്റാരുമല്ല, യോഹന്നാന്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു യഹൂദ പ്രമാണിയുണ്ട്, നിക്കദേമോസ്. ഇവ വരുന്നത് രാത്രിയിലാണ്. യോഹന്നാൻ വളരെ നാടകീയമായിട്ടാണ് നിക്കദേമോസിനെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത്. അവൻ വരുന്നത് രാത്രിയിലാണ്. അവൻ ഈശോയോട് പല ചോദ്യങ്ങളും ചോദിക്കുക. അപ്പൊ ഈശോ അവനോട് ഒരു കാര്യം പറയുന്നുണ്ട്, നീ ഇസ്രായേലിന്റെ ഗുരുവല്ലേ, നിനക്കിതൊക്കെ അറിയണ്ടേ, പിന്നെ എന്തുകൊണ്ടാണ് നീ ഗുരുവെന്ന ടൈറ്റിലിൽ ജീവിക്കുന്നത്? എങ്കിലും ഈശോ അവന് പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കുക, അവന്റെ സംശയങ്ങളെ ദൂരീകരിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവന് സത്യദർശനങ്ങളെ ദൈവം കൊടുക്കും. വീണ്ടും ജനിക്കണം, ആത്മാവിൽ ജനിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നു. വീണ്ടും ഈ നിക്കദേമോസ് വളർന്നു നമ്മൾ കണ്ടുമുട്ടുന്നത് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ. അവിടെ ഈശോയ്ക്ക് വേണ്ടി വാദിക്കുന്ന നിക്കദേമോസിനെ കണ്ടുമുട്ടുന്നു. യഹൂദ പ്രമാണികളൊക്കെ അവനെ എങ്ങനെ നശിപ്പിക്കാമെന്നും അവനെ എങ്ങനെ തളർത്തിക്കെട്ടാമെന്നും താഴ്ത്തിക്കെട്ടാമെന്നും ചിന്തിക്കുമ്പോൾ നിക്കദേമോസ് പറഞ്ഞു വെക്കുന്ന പ്രകാരമാണ്, ഒരുവൻ ചെയ്യുന്നത് എന്തെന്നറിയാതെ അവനെ കുറ്റം വിധിക്കുവാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ട്. നോക്കുക, ഒരു രാത്രിയുടെ നിശബ്ദതയിൽ അവനോട് ചേർന്ന് നിന്നവൻ ആ പകലിന്റെ വെട്ടത്തിൽ അവന് വേണ്ടി വാദിക്കുന്നു. നോക്കുക നിക്കദേമോസിന്റെ വളർച്ച. വീണ്ടും ഈ നിക്കദേമോസിനെ നമ്മൾ കണ്ടുമുട്ടുന്നത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിലാണ്. ഈ 39-ാമത്തെ വാക്യത്തിൽ സുവിശേഷകൻ പറഞ്ഞു വെക്കുന്ന 100 റാത്തലോളം സുഗന്ധക്കൂട്ടുമായി നിക്കദേമോസും അവിടെ ഉണ്ടായിരുന്നു. നോക്കുക സ്നേഹമുള്ളവരെ, ഒരു രാത്രിയിൽ ആരും അറിയാതെ അവന്റെ അടുത്ത് ചേർന്നവൻ
ഇന്ന് എല്ലാവരും അറിഞ്ഞുകൊണ്ട് അവന്റെ അരികത്തിരിക്കും. നോക്കുക, വളർച്ച പടിപടിയായിട്ട് ആത്മീയതയിലേക്കും അവനിലേക്കും അവന്റെ ആഴങ്ങളിലേക്കും ഒക്കെ കടന്നു ചെല്ലും. അവന്റെ മുറിവുകളിലേക്കും അവന്റെ സ്വപ്നങ്ങളിലേക്കും അവന്റെ ഉദ്ധാനത്തിലേക്കും ഒക്കെ നിക്കോദേമോസ് കടന്നു ചെല്ലും. വീണ്ടും വേറൊരു കഥാപാത്രത്തെ നമുക്ക് പരിചയപ്പെടാം. ഇതും യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ, മറ്റാരുമല്ല, സമറിയാക്കാരി സ്ത്രീ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് ഈ സമറിയാക്കാരി സ്ത്രീയെ ഈശോ പരിചയപ്പെടുന്നത് യാക്കോബിന്റെ കിണറിന്റെ സൈഡിൽ വെച്ചാണ്. ഈ സ്ത്രീയുമായിട്ട് ഈശോ സൗഹൃദം പുലർത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അവൻ കിണറ്റിന്റെ അരികിൽ ഇരിക്കുന്നു. അവള് വെള്ളം കോരാൻ വരുമെന്ന് അറിഞ്ഞതോടെ ശിഷ്യന്മാർ ചന്തയിൽ പോയി സാധനങ്ങൾ ഭക്ഷിക്കുവാനായിട്ടൊക്കെ വാങ്ങാൻ പോയി. സ്നേഹമുള്ളവരെ നോക്കുക, അവള് വന്ന് ആദ്യമായിട്ട് ഈശോയെ അഭിസംബോധന ചെയ്യുന്നത് പ്രഭു. ആദ്യത്തെ അവളുടെ വാക്ക് ഇതാണ്, പ്രഭു. എന്നാൽ സംഭാഷണം മുൻപോട്ട് പോകുന്നു, വർത്തമാനം മുൻപോട്ട് പോകുന്നു, പല കാര്യങ്ങളും അതിനിടെ അവളും അവനുമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാൽ സംഭാഷണങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ഈശോയെ അവൾ വിളിക്കുന്നത് ക്രിസ്തു എന്നാണ്. ഈശോയെ അവൾ വിളിക്കുന്നത് ക്രിസ്തു. ക്രിസ്തു വരുമെന്ന് ഞങ്ങൾക്കറിയാം. നോക്കുക, ആത്മീയത എന്ന് പറയുന്നത് വളർച്ചയാണ്. നോക്കുക, സുവിശേഷത്തിൽ ഞാൻ 3 കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തട്ടി. ഇവരാരും അവരുടെ കൂടാരങ്ങളിൽ തന്നെ ജീവിച്ചില്ല, മറിച്ച് ആ കൂടാരങ്ങളിൽ നിന്നും കൂടാരം അടിച്ചവനിലേക്ക് ജീവിതത്തെ നയിച്ചു. തങ്ങൾക്ക് കൂടാരം നൽകിയവനിലേക്ക്, തങ്ങളുടെ ജീവിതത്തെ സുരക്ഷിതമായ കൂടാരത്തിൽ സ്ഥാപിച്ചവനിലേക്ക്, ക്രൂശത്തിന്റെ മുറിവുകളിലേക്ക്, എല്ലാത്തിലും ഉപരി ഉദ്ധിതരിലേക്ക് അവരുടെ ജീവിതത്തെ ചേർത്ത് പിടിച്ചു. അതുകൊണ്ടൊക്കെ എന്താ പറ്റി? അവരൊക്കെ വിശുദ്ധരായിട്ട് മാറി. സ്നേഹമുള്ളവരെ, എല്ലാ തിരുനാളിലും ഞാൻ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇപ്രകാരമാണ്: ഒന്നെങ്കിൽ നീയും ഞാനുമൊക്കെ പേര് മാറ്റുക, അല്ലെങ്കിൽ പെരുമാറ്റം മാറ്റുക. തോമസ് എന്ന് പറയുന്ന നാമം സ്വീകരിക്കുകയും തോമസിന്റെ പെരുമാറ്റം കാണിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പേരും പെരുമാറ്റവും തമ്മിൽ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും എന്ന ഡിഫറൻസ് ആണ്, വ്യത്യസ്തമാണ്. സ്നേഹമുള്ളവരെ, ഒന്നുകിൽ നാം നമ്മുടെ പേര് മാറ്റണം, അല്ലെങ്കിൽ പെരുമാറ്റം മാറ്റണം. തോമസ് എന്ന നാമം സ്വീകരിക്കുകയും യൂദാസിന് പണിയുകയും ചെയ്തു കഴിഞ്ഞാൽ പണിപാകും. മേരി എന്ന നാമം സ്വീകരിക്കുകയും ഹെറോദ്യായുടെ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ പേരും പെരുമാറ്റങ്ങളും തമ്മിൽ അന്തരങ്ങളാണ്. സ്നേഹമുള്ളവരെ, ഓരോ തിരുനാളും ആഘോഷിച്ച് പിൻവാങ്ങുമ്പോൾ ഓർക്കുക, എന്റെ ജീവിതത്തിൽ എന്റെ തമ്പുരാന് പറയുന്നത് പേരിനൊത്ത പെരുമാറ്റവും പെരുമാറ്റത്തിനൊത്ത പേരും സ്വീകരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ എന്റെ ജീവിതമൊക്കെ ഇത്തിരിയും കൂടി പ്രകാശപൂരിതമാണ്. തിരുനാളെന്നാണ് നമ്മൾ പറയുന്നത്. തിരിയുടെ നാളങ്ങൾ ജീവിതത്തിൽ ഏന്തേണ്ട ദിനമാണ്. വിശുദ്ധിയുടെ നാളങ്ങളൊക്കെ ജീവിതത്തിൽ ഏന്തേണ്ട ദിനങ്ങളാണ് തിരുനാളുകൾ. ഈ നാളുകളൊക്കെ കടന്നു പോകുമ്പോൾ തിരുനാളങ്ങളായിട്ട് മാറണം നമ്മുടെ ജീവിതം. നമ്മൾ ഓർമ്മിക്കപ്പെടും. നമ്മുടെ ഇടവകയിലെ തിരുനാളുകളൊക്കെ ഓർമ്മിക്കപ്പെടുന്ന ഒന്നാണ്. ഏത് ദൂരദേശത്തായിരുന്നാലും, ഏത് ദൂരദേശത്തിൽ നിന്ന് ജോലി ചെയ്യുന്നവരാണേലും അവർ അവരുടെ ഇടവകയുടെ തിരുനാൾ ദിവസം ഇടവകയുമായിട്ട് ചേർന്ന് നിൽക്കും. എന്തുകൊണ്ട്? ഞാൻ എടത്തുവാക്കാരനാണ്. എടത്തുവാ പള്ളിയുടെ പെരുന്നാൾ സമയത്തൊക്കെ ഏത് ദേശത്ത് വർക്ക് ചെയ്താലും അവിടെയുള്ള മക്കളെല്ലാം ആ പെരുന്നാളിന്റെ സമയത്ത് സജീവമാണ് ഇടവകയിൽ. എന്തുകൊണ്ടാണ്? അവരുടെ വിശുദ്ധ പള്ളി വിട്ട് നഗരി കാണിക്കലിലൂടെ എടത്തുവാക്കരയെ ദർശിക്കുന്ന ദിവസമാണ്. എടത്തുവാക്കരയുടെ 2 സൈഡ് പള്ളിയുടെ ഇരുവശങ്ങളും ആ പുണ്യവാൻ നോക്കുന്ന നിമിഷമാണ്. വർഷത്തിൽ ഒന്നാണ് ആ രൂപം പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്തുകൊണ്ട് ഈ ഒരു വിശ്വാസം അവരുടെ ജീവിതത്തിൽ ഇന്നും തളം കെട്ടി നിൽക്കുന്നു? എടത്തുവാഴ ചരിത്രമൊക്കെ പറയുന്നത് വായിക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും. തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലുമുള്ളവരൊക്കെ അവർക്ക് ഈ വിശുദ്ധന്റെ മാധ്യസ്ഥത്തിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ളവരാണ്. അവരൊക്കെ ആ പള്ളിയുടെ കരകളിൽ വന്നുകൊണ്ട് പള്ളിയിലുള്ള മുറ്റത്തുള്ള മണ്ണെടുക്കുകയും ഇലകൾ പറിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും. എന്തുകൊണ്ടാണ്? അവരുടെ വിശ്വാസം.